പ്രസാദ് ഉടുമ്പശ്ശേരി കോയമ്പത്തൂരിൽ നിന്ന് ചേരുന്നു. കോയമ്പത്തൂർ തമിഴ്നാട്ടിലെ 38 ലോക്സഭാ മണ്ഡലങ്ങൾ, ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ, ശ്രദ്ധേയമായ മണ്ഡലങ്ങളിൽ ഒന്നാണ്. അവിടെ നിന്നാണ് പ്രസാദ് ചേരുന്നത്. പ്രസാദ്, വളരെ ശക്തമായ പ്രചരണ രംഗത്ത് ഉണ്ടായിരുന്നൊരു മണ്ഡലമാണ് കോയമ്പത്തൂർ. അത് പ്രതിഫലിക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് പൊതുവിൽ പോളിംഗുമായി ബന്ധപ്പെട്ട് അവിടെ നിന്നുള്ള വിവരങ്ങൾ? മറ്റ് ലോക്സഭാ മണ്ഡലങ്ങളെക്കുറിച്ചും കിട്ടുന്ന വിവരങ്ങൾ ഉണ്ടെങ്കിൽ അതും. ശരത്ത്, ഇപ്പോൾ 11 മണി കഴിഞ്ഞിരിക്കുന്നു. ഏറെക്കുറെ നഗരത്തിലെ പോളിംഗ് ബൂത്തുകൾ ഏറെക്കുറെ ഒഴിഞ്ഞു കിടക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നമുക്ക് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഒരാൾ മാത്രമാണ് ഇപ്പോൾ വോട്ട് ചെയ്യാൻ വേണ്ടി പോളിംഗ് ബൂത്തിലേക്ക് കയറി പോകുന്നത് കാണാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ നഗരത്തിലെ എല്ലാ ബൂത്തുകളിലും ഏറെക്കുറെ സമാന സാഹചര്യം തന്നെയാണുള്ളത്. രാവിലെ മുതൽ തന്നെ നമ്മുടെ നഗരത്തിലെ പ്രധാന പോളിംഗ് ബൂത്തുകളെല്ലാം തന്നെ പോയിരുന്നു. CPM-ന്റെ ഇവിടുത്തെ സ്ഥാനാർത്ഥി PR നടരാജൻ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. അദ്ദേഹം തികഞ്ഞ ആത്മവിശ്വാസം തന്നെയാണ് പങ്കുവെക്കുന്നത്. രാവിലെ പൊതുവെ കോയമ്പത്തൂരിൽ പൊതുവെ പോളിംഗ് കുറഞ്ഞു നിൽക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. കഴിഞ്ഞ തവണ 68% മാത്രം പോളിംഗ് രേഖപ്പെടുത്തിയ ഒരു മണ്ഡലം. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഇനി കൂടുതൽ പോളിംഗ് ഉണ്ടാകുക എന്നുള്ളതാണ് ആളുകൾ വ്യക്തമാക്കുന്നത്. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഇവിടെ ഈ മണ്ഡലത്തിൽ എവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എല്ലായിടത്തും ഇപ്പോൾ 11 മണിക്ക് ശേഷം പല സ്ഥലങ്ങളിലെല്ലാം തന്നെ പോളിംഗ് വളരെ കുറഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഇനി ഒരു 3 മണിക്ക് ശേഷമായിരിക്കും പോളിംഗ് ബൂത്തുകളിൽ തിരക്ക് അനുഭവപ്പെടുക എന്നതാണ് പാർട്ടി പ്രവർത്തകരെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. ഏറ്റവും ശക്തമായ ഒരു മത്സരം നടക്കുന്ന, തമിഴ്നാട്ടിൽ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് കോയമ്പത്തൂർ. ഇടതുപക്ഷത്തിന് ഏറെ സ്വാധീനമുള്ള ഈ കോയമ്പത്തൂർ മണ്ഡലത്തിന്റെ രൂപീകരണം തൊട്ട് ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ 7 തവണ വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 2009 CPM ആയിരുന്നു ഇവിടെ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത്. ചെറുകിട വ്യവസായ മേഖലയിൽ ഏറ്റവും കൂടുതൽ യൂണിറ്റുകളുള്ള, ഏറ്റവും കൂടുതൽ തൊഴിലാളികളുള്ള ഒരു മണ്ഡലമാണുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ പ്രചാരണ വിഷയമാക്കിയിരുന്നത് DMK നയിക്കുന്ന മുന്നണി CPM ഉൾപ്പെടെ പ്രചാരണ വിഷയമാക്കിയത് GSTക്ക് ശേഷവും നോട്ട് നിരോധനത്തിന് ശേഷവും ആണ് ഏറ്റവും കൂടുതൽ വ്യവസായ യൂണിറ്റുകൾ കോയമ്പത്തൂരിൽ നിന്നും അടച്ചുപൂട്ടേണ്ടി വന്നത്. ഇത്തരം പ്രചാരണ വിഷയങ്ങളായിരുന്നു മണ്ഡലത്തിൽ ഉടനീളം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലം തിരിച്ചു പിടിക്കാൻ CPM-ന് കഴിയുമെന്നൊരു ആത്മവിശ്വാസം തന്നെയാണ് പങ്കുവെക്കുന്നത്. കഴിഞ്ഞ തവണ സഖ്യങ്ങളില്ലാതെ, മുന്നണികളില്ലാതെയായിരുന്നു മത്സരം നടന്നിരുന്നത്. ADMK-യും DMK-യും അതോടൊപ്പം തന്നെ CPM എല്ലാം തന്നെ തനിയെ മത്സരിച്ച ഒരു സാഹചര്യമുണ്ട്. ഇത്തവണ BJP-യാണ് ADMK-യുടെ സഖ്യത്തിൽ BJP-യാണ് മത്സരിക്കുന്നത്. BJP-യും നേരത്തെ ഇവിടെ 2 തവണ വിജയിച്ച ഒരു മണ്ഡലമാണ്. ഇത്തവണ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസം അവരും പങ്കുവെക്കുന്നു. എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്ത ഒരു മണ്ഡലം എന്ന നിലയ്ക്ക് ഇത്തവണ CPM-നെ സംബന്ധിച്ചിടത്തോളം BJP-യുമായി നേരിട്ട് മത്സരിക്കുന്ന ഒരു മണ്ഡലമാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം കോയമ്പത്തൂർ. അതുകൊണ്ട് തന്നെ ഇവിടെ വിജയം CPM-ന് ഏറ്റവും അനിവാര്യമാണ്. കോൺഗ്രസിന്റെ പിന്തുണ